മഹാനും ഭയങ്കരനുമായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിലും തിരുവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഇന്നയോളം നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഒക്കെയായി ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ, അതേപ്പറ്റിയുള്ള 3 വാദഗതികൾ. ആ വാദഗതികളെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നതിന് നാം കഴിഞ്ഞ ചില ദിവസങ്ങൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വാദഗതികളും ആശയങ്ങളും നമ്മൾ ഒരുമിച്ച് പഠിച്ചു, ചിന്തിച്ചു, വിചിന്തനം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ നിന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞത് പാരമ്പര്യമായി ദൈവസഭ വിശ്വസിക്കുന്ന, എല്ലാ പെന്തക്കോസ്ത് സഭകളും വിശ്വസിക്കുന്ന, പെന്തക്കോസ്തുകാരല്ലാത്ത സഭകളും പൊതുവെ വിശ്വസിക്കുന്ന ആ ഒരു പൊതു ചിന്തയോടും സിദ്ധാന്തത്തോടുമാണ് നമുക്ക് കൂടുതൽ താദാത്മ്യം തോന്നിയത്. അതായത് യേശുക്രിസ്തു മഹാപീഡന കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പ് ദൈവത്തിന്റെ സഭയെ ചേർക്കുവാൻ പ്രത്യക്ഷനാകും എന്നുള്ള വസ്തുത. നാം അതേക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ, അങ്ങനെയല്ല എന്ന് വാദിക്കുന്നവരുടെ വാദമുഖങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് അവരെ നിരത്തുന്ന വാക്യശകലങ്ങളും നാം എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ആ പഠനത്തിന് വിരാമമിട്ടു. എങ്കിലും ആ വിഷയങ്ങളിൽ എന്തെങ്കിലും വീണ്ടും സംശയമായിട്ട് അവശേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം, നമുക്കൊരുമിച്ചത് ചിന്തിക്കാം. ഇല്ലെങ്കിൽ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ കരുതട്ടെ. എങ്കിൽ അതേ വിഷയത്തോട് ചേർന്നുള്ള നമുക്ക് പ്രയോജനകരമാകുന്ന 1-2 കാര്യങ്ങൾ കൂടെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ ആദ്യം ഒന്നും കൂടെ ഒന്ന് സംഗ്രഹിക്കാം. ദ സ്ഫിയർ ഓഫ് ട്രിബുലേഷൻ. മഹാപീഡനം അല്ലെങ്കിൽ പീഡനകാലം ആർക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ഭാഗം. Where is Rufus? പീഡനകാലം ആർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഫിയർ ഓഫ് ട്രിബുലേഷൻ. എല്ലാ ഡിവൈസസിലും വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എന്നാലും മോനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒക്കുന്നിടത്തോളം എക്സ്പാൻഡ് ചെയ്യും. അതിൽ 2 മേഖലകളാണ് നമ്മൾ കണ്ടത്. ഓൾറെഡി നമ്മൾ ഈ ഭാഗം ചിന്തിച്ചതാണ്. ഒരു ഉപസംഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഒന്ന്, the first sphere of tribulation is the unrepentant Gentile world. To avenge them
and also to give them a last chance to repent. മഹാപീഡനം ബാധിക്കുന്ന രണ്ട് മേഖലകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യത്തേത്, ഈ കൃപാകാലഘട്ടത്തിൽ സുവിശേഷം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത ജാതീയ ലോകം, മാനസാന്തരപ്പെടാത്ത ജാതീയ ലോകത്തെയാണ് മഹാപീഡനം ബാധിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അവർ സുവിശേഷത്തിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് പ്രതികാരം ചെയ്യുവാനും അപ്പോൾ തന്നെ മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസാന അവസരം അവർക്ക് നൽകുവാനും വേണ്ടിയാണ്. അതിനുള്ള റെഫറൻസുകളാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-12 വരെ, ലൂക്കോസ് 21-ാം അധ്യായം 20 മുതൽ 25 വരെ, യിരെമ്യാവ് 25-ന്റെ 31 തൊട്ട് 33 വരെ, യെശയ്യാ പ്രവചനം 13-ന്റെ 9, 26-ന്റെ 21 തുടങ്ങിയ വാക്യങ്ങൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്രോഡീകരണം മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതുമില്ല. ദ സെക്കൻഡ് സ്ഫിയർ, രണ്ടാമത്തെ മേഖല, ദ അൺബിലീവിംഗ് rebellious Jewish world, to restore them by punishing them righteously. മഹാപീഡനകാലം ബാധകമാകുന്ന രണ്ടാമത്തെ മണ്ഡലം, യേശുവിനെ മശിഹയായി വിശ്വസിക്കാതിരുന്ന മത്സരികളായ യഹൂദന്മാരുടെ ലോകമാണ്. യേശുവിനെ മശിഹയായി വിശ്വസിക്കാതെ ദൈവത്തോട് ആവർത്തിച്ച് മറുതലിച്ചു കൊണ്ടിരുന്ന മത്സരികളായിരുന്ന യഹൂദ ലോകത്തെയാണ് ഈ മഹാപീഡനം ബാധിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം അവരുടെ പാപത്തിന് ന്യായമായി ശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുക എന്നതാണ്. അവരുടെ പാപത്തിന്, യേശുവിനെ തള്ളിക്കളഞ്ഞതിന്, യേശുവിനെ ക്രൂശിച്ചു കൊന്നതിന് ന്യായമായ ശിക്ഷ നൽകി അവരെ യഥാസ്ഥാനപ്പെടുത്തുക. ഇതാണ് അവരുടെ ഈ മഹാപീഡനത്തിലൂടെ കടത്തിവിടുന്നതിൽ ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ചില റെഫറൻസുകൾ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ സെഖരിയാവ് 12-ന്റെ 10, 13-ന്റെ 1, 8, 9, ദാനിയേൽ 12-ന്റെ 1, മത്തായി 24-ന്റെ 31 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചത് ഒന്നും കൂടെ ക്രോഡീകരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇനിയും നമ്മൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കണ്ടു മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരികയും ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിലേക്കാണ് നാം പോകുന്നത്. അതുകൊണ്ട് റാപ്ചർ 768 അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഉൽപ്രാവണം എന്ന വിഷയത്തെക്കുറിച്ചാണ്, റാപ്ചർ എന്ന വിഷയത്തെക്കുറിച്ച്. സോ വി ബിലീവ് ദാറ്റ് the church will be raptured before the tribulation begins. Rufus, the church will be raptured
So we believe in the pre-tribulation rapture of the church. And this is our hope, our belief, and what the Bible guarantees. മഹാപീഡന കാലത്തിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടും, ഉൽപ്രാവണം പ്രാപിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശയും വേദപുസ്തകം നമുക്ക് തരുന്ന ഉറപ്പും. ഏകദേശം 20-ലധികം കാര്യങ്ങൾ നാം അതുമായി ബന്ധപ്പെട്ട വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. സ്തോത്രം. മഹോപദ്രവവാദികൾ പറയാറുള്ള ഒരു സംഗതിയാണ് റാപ്ചർ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല എന്ന്, ഉൽപ്രാവണം എന്നൊരു പദം ബൈബിളിൽ ഇല്ല എന്നത് അവരുടെ വാദമാണ്. അതിനുവേണ്ടി നാം പറയുന്നത്, ശരിയാ, മലയാളത്തിൽ ഉൽപ്രാവണം എന്ന ഒരു പദമില്ല. പകരം വേദപുസ്തകത്തിൽ ഉള്ള പദമാണ് എടുക്കപ്പെടുക. മലയാളം ബൈബിളിൽ ഉൽപ്രാവണമെന്ന പദമില്ല. അത് വേദപഠിതാക്കൾ ഒറ്റ വാക്കിന് കണ്ടെടുത്ത അല്ലെങ്കിൽ മലയാള ഭാഷയിൽ നിന്നും കടമെടുത്തൊരു പദമാണ്. എന്നാൽ ബൈബിളിൽ അതിന് പകരം കൊടുത്തിട്ടുള്ള പദം എടുക്കപ്പെടുക എന്നുള്ളതാണ്. എടുക്കപ്പെടുക, അതിന്റെ ഗ്രീക്കാണ് ഹാർപാസോ. ഹാർപാസോ. ആ ഹാർപാസോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹാർപാസോ എന്ന പദം, അതിൻ്റെ ട്രാൻസ്ലേഷനാണ് കോട്ടപ്പ് അല്ലെങ്കിൽ ക്യാച്ചപ്പ് എന്നുള്ളത്. വിൽ ബി കോട്ടപ്പ്, എടുക്കപ്പെടുക എന്നുള്ളത് 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് മനഃപാഠമായ വാക്യമായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. സ്തോത്രം. എടുക്കപ്പെടുക, എടുക്കപ്പെടുക. ഈ ഹാർപാസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ തത്തുല്യമായ ലാറ്റിൻ പദം, ലത്തീൻ പദമാണ് റാപ്പിയോ. റാപ്പിയോ. ഈ റാപ്പിയോ എന്ന നൗൺ റാപ്പേറേ എന്ന വെർബിൽ നിന്നും വന്നിരിക്കുന്നതാണ്. റാപ്പേറേ എന്ന വെർബിൽ നിന്ന് കേൾക്കാമല്ലോ. ഞാൻ മൊബൈലിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ മൊബൈലിൽ കോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കേൾക്കാമോ എന്ന് ചോദിക്കുന്നത്. സ്തോത്രം. ഈ ഹാർപാസോ എന്ന ഗ്രീക്ക് വാക്കിന്റെ തത്തുല്യമായ പദമാണ് റാപ്പിയോ. അതിൽ നിന്നുമാണ് റാപ്പേറേ എന്ന മൂലത്തിൽ നിന്നുമാണ് റാപ്പിയോ എന്ന പദം വന്നിരിക്കുന്നത്. ആ വെർബിന്റെ അർത്ഥം, ആ ക്രിയാശബ്ദത്തിന്റെ അർത്ഥമാണ് ടു ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുക. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഈ റാപ്പിയോ അല്ലെങ്കിൽ റാപ്പേറേ എന്നുള്ളത്. അപ്പോൾ ഉൽപ്രാവണത്തിന്റെ അർത്ഥം, ഉൽപ്രാവണം എന്ന മലയാളം പദത്തിന്റെ റാപ്ചർ, ഈ റാപ്പിയോയിൽ നിന്നുമാണ്, ലത്തീൻ പദത്തിൽ നിന്നുമാണ് റാപ്ചർ എന്ന ഇംഗ്ലീഷ് പദം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് പദം, ആ ഇംഗ്ലീഷ് പദത്തിന്റെ ഒരു നല്ല മലയാള അർത്ഥമാണ് ഉൽപ്രാവണം എന്നുള്ളത്. ആ പദം മലയാളം ബൈബിളിൽ കാണുന്നില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് പകരം മലയാളം ബൈബിൾ ഉപയോഗിക്കുന്ന പദമാണ്
വിൽ ബി കോട്ട് അപ്പ്, അല്ലെങ്കിൽ എടുക്കപ്പെടുക എന്നുള്ളത്. എടുക്കപ്പെടുക എന്നുള്ളത്. സ്തോത്രം. അതുകൊണ്ട് ഈ റാപ്പിയോയുടെ, ഹാർപാസോയുടെ അർത്ഥത്തിൽ റാപ്ചർ അഥവാ ഉൽപ്രാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്നാച്ച് അപ്പ് ക്വിക്കലി എന്നുള്ളതാണ്. സ്നാച്ച് അപ്പ് ക്വിക്കലി. റാപ്ചർ എന്ന് പറഞ്ഞാൽ സ്നാച്ച് അപ്പ് ക്വിക്കലി ഓർ ക്യാരി അവേ ക്വിക്കലി. പെട്ടെന്ന് എടുത്തുകൊണ്ടുപോവുക, തട്ടിപ്പറിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ, ഇങ്ങനെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. റോഡിലൂടെ നടക്കുമ്പോഴും ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ മൊബൈൽ ഫോണിൽ വീഡിയോ ഒക്കെ കണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയച്ച്, അതുമല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന ഇളവിൽ ആരെങ്കിലും ബൈക്കിൽ ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് ആ മൊബൈല് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് പോലെ, ആ തട്ടിപ്പറിക്കുന്ന അവസ്ഥയ്ക്കാണ്, പെട്ടെന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്ന അവസ്ഥയ്ക്കാണ് റാപ്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോസ്തല പ്രവൃത്തികൾ 8:39 വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചോളൂ. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അവിടെ കൊടുത്തിരിക്കുന്നത് ഈ പദമാണ്. അതുപോലെയുള്ള മറ്റു പദങ്ങളാണ്, വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:3, 4, 1 തെസലോനിക്കർ 4:15 തുടങ്ങിയുള്ള പദങ്ങൾ. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് റാപ്ചർ എന്ന പദമാണ്, ഹാർപാസോ എന്ന പദമാണ്. ലാറ്റിനിലെ റാപ്പിയോ ആണ്, ഇംഗ്ലീഷിലെ റാപ്ചർ ആണ്. ആ റാപ്പിയോ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇംഗ്ലീഷ് പദങ്ങൾ ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സാധാരണ ഡിക്ഷണറികൾ നോക്കിയാലും മൂലപദങ്ങളായി കൊടുത്തിരിക്കുന്നത് ഗ്രീക്കും ലാറ്റിനുമാണ്, യവന ഭാഷയും ലത്തീൻ ഭാഷയും. നമ്മളും അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പദങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോഫസി, ഏറ്റവും ആദ്യത്തെ പ്രവചനം, വേറെയുമുണ്ട്, എന്നാലും ഏറ്റവും വ്യക്തതയോടെ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രവചനമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഏതാണെന്ന്. ഏതാണെന്ന് പറയാമോ? ബൈബിളിലെ ആദ്യത്തെ പ്രവചനമാണ്. അതെ, ബൈബിളിൽ ഈ റാപ്ചറിന് വേണ്ടിയുള്ള ആദ്യത്തെ പ്രവചനം. എന്തോ? അല്ല, റോമാലേഖനത്തിനെയാണ്. അല്ല, യെസ്, യോഹന്നാൻ 14, റീന സിസ്റ്റർ. ജോൺ 14:3 നമുക്കറിയാവുന്ന വാക്യമാണ്. നെക്സ്റ്റ് കാണിക്കത് ഫസ്റ്റ് പ്രോഫസി.
അറിയാവുന്നതാണെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. സൂചനകൾ യേശുക്രിസ്തുവിന്റെ വേറെ ചില പ്രസ്താവനകളിലും ഉണ്ട്. എങ്കിലും ഏറ്റവും വ്യക്തതയോടെ നമുക്ക് ഉൽപ്രാവണത്തെ സംബന്ധിച്ച് ക്രിസ്തു വന്ന് സഭയെ ചേർത്തുകൊള്ളുന്നതിനെ കുറിച്ച് ഉള്ള ആദ്യ പ്രവചനം നമുക്ക് യോഹന്നാൻ 14:3 ഹാനോക്ക് പ്രവചിച്ചത് ഉൽപ്രാവണത്തെ കുറിച്ചല്ല, എടുക്കപ്പെടുന്നതിനെ കുറിച്ചല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ച്. കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന പ്രവചനമാണ് ഹാനോക്ക് നൽകിയത്. എന്നാൽ ഇവിടെ സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് യേശുക്രിസ്തു തന്നെ നമുക്ക് തന്ന വാഗ്ദത്തം, ക്രിസ്തു തന്നെ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് അഥവാ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് അല്ലെങ്കിൽ നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. അപ്പൊ ഇതാണ് ക്രിസ്തു നമുക്ക് ഏറ്റവും ആദ്യം നൽകിയ, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ നമുക്ക് ആദ്യമായി ഈ വിഷയത്തെ പറ്റി കാണുവാൻ കഴിയുന്ന പ്രവചനം. ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. മുമ്പൊരിക്കൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ, എങ്കിലും ആവർത്തിക്കാം. അതായത് യേശുക്രിസ്തു രണ്ടാമതും വരുമെന്ന്, രണ്ടാം വരവ് എന്ന ഒരു പദപ്രയോഗവും ബൈബിളിൽ ഇല്ല എന്ന് യേശുവിന്റെ മടങ്ങിവരവിന്റെ നിഷേധികൾ, മടങ്ങിവരവിനെ നിഷേധിക്കുന്നവർ, വിശ്വസിക്കാത്തവർ പറയാറുണ്ട്. അതും കൂടെ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചേക്കാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അല്ലെങ്കിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ്, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവെന്ന് നമ്മൾ പറയുന്ന ആ ഉപദേശത്തിന്റെ രൂപീകരണത്തിനാധാരമായ പ്രധാനപ്പെട്ട 3 വാക്യങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട 3 വാക്യം. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ വായിച്ച യോഹന്നാൻ 14:3. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് 3 വാക്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് യോഹന്നാൻ 14:3. രണ്ടാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 1:11. അപ്പോസ്തല പ്രവൃത്തികൾ 1:11. സ്തോത്രം. ആക്ട്സ് 1:11. വായിച്ചോളൂ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ വീണ്ടും വരും. അതാണ് വീണ്ടും വരവ്. യേശു പറഞ്ഞു, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇവിടെ ദൂതന്മാര് പറയുന്നു, അവൻ വീണ്ടും വരും. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, അതും നമുക്ക് മനഃപ്പാഠമാണ്, എങ്കിലും നമുക്ക് വായിക്കാം. എബ്രായർ 9:28, ഹീബ്രൂസ് 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. രണ്ടാമത് പ്രത്യക്ഷനാകും. ആ രണ്ടാമത് എന്ന പദത്തിൽ നിന്നാണ് യേശുവിന്റെ രണ്ടാം വരവെന്ന ഉപദേശ രൂപീകരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ
നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കൽ വേർഡ്സ്, ചില സാങ്കേതിക പദങ്ങൾ ചിലപ്പോൾ ബൈബിളിൽ കണ്ടു എന്ന് വരില്ല. പക്ഷേ ആ ഉപദേശം അവിടെയുണ്ട്, ആ ആശയം അവിടെയുണ്ട്. ചിലപ്പോൾ മൂലവാക്കിലായിരിക്കും ആ ആശയം കിടക്കുന്നത്. നമ്മുടെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു വന്നപ്പോൾ ആ പദങ്ങൾക്ക് വ്യത്യാസമുണ്ടായി എന്ന് വന്നേക്കാം. ഇതാണ് ഉൽപ്രാവണം അഥവാ റാപ്ചർ എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. റൂഫസ് ഇതൊന്ന് മാറ്റിക്കേ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇടണം. ഇതിപ്പോൾ മാറ്റ്. റാപ്ചറിൽ നടക്കുന്നത് എന്താണ്? വാട്ട് ഹാപ്പൻസ് അറ്റ് ദ റാപ്ചർ? എന്താ ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് മാറുക, ഷിഫ്റ്റിംഗ്. എടുത്തുകൊള്ളപ്പെടും. അത് ആ പദത്തിന്റെ അർത്ഥമായി സഭയെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളുന്നു. അതിൽ എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? രൂപാന്തരപ്പെടുന്നു. ആര്? ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരും. പകുതി ശരിയാ. ക്രിസ്തുവിൽ മരിച്ചവര് ഉയർത്തെഴുന്നേൽക്കുന്നു. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. അതെ. അപ്പോൾ കണ്ടോ, ആ സംഭവങ്ങളാണ് ഞാൻ അർത്ഥമാക്കിയത്. ഉൽപ്രാവണത്തിലെ സംഭവങ്ങൾ, വാട്ട് occurs or the occurrences of rapture. ഉൽപ്രാവണത്തിലെ സംഭവങ്ങൾ 1 തെസ്സലോനിക്കർ 4:16 പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, ക്രൈസ്റ്റ് വിൽ ഡിസെൻഡ് ഫ്രം ഹെവൻ. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. 2, അതേ സമയം സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വരുന്ന അതേ സമയത്ത് ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുന്നു. അക്ഷയരായി, അദ്രവത്വത്തോടെ, അമർത്യതയിലേക്ക് അവർ ഉയർക്കുന്നു. അതേ സമയം തന്നെ നടക്കുന്ന കാര്യമാണ്, മരണം കാണാതെ ജീവനോടെ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ അതേ മഹത്വ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. 4-ാമത്തെ കാര്യം അതേ വാക്യത്തിൽ പറയുന്നു, ഈ 2 കൂട്ടരും കൂടെ ഒരുമിച്ച് എടുക്കപ്പെടുന്നു. സ്തോത്രം. മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശങ്ങളിൽ എടുക്കപ്പെടും. 5-ാമത്തെ കാര്യമാണ്,
യേശുക്രിസ്തുവിനെ ആകാശങ്ങളിൽ അല്ലെങ്കിൽ മേഘങ്ങളിൽ വെച്ച് എതിരേൽക്കുന്നു. മീറ്റിംഗ് ടുഗെദർ വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ക്ലൗഡ്സ്. മേഘങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്തിൽ ക്രിസ്തുവും ഈ രൂപാന്തരപ്പെട്ട ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും തമ്മിൽ കണ്ടുമുട്ടുന്നു. ക്രിസ്തുവിനെ നാം എതിരേൽക്കുന്നു, ക്രിസ്തു നമ്മെ എതിരേൽക്കുന്നു. സ്തോത്രം. അപ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു. സഭയിലെ മരിച്ച വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ്. 3, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ അതേ ദേഹത്തിൽ രൂപാന്തരപ്പെട്ട്. 4, ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. 5, മേഘങ്ങളിൽ യേശുക്രിസ്തുവും സഭയും തമ്മിൽ സന്ധിക്കുന്നു. മീറ്റിംഗ് ടുഗെദർ, സമാഗമനം, ക്രിസ്തുവും സഭയും. 6 നാം യോഹന്നാൻ 14:3 വായിച്ചതുപോലെ 6 സംഭവമാണ് എന്ത്? ക്രിസ്തു നമ്മെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്തോത്രം. Christ taking us to the Father's house. പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 7 കാര്യമാണ് അവിടെ യോഹന്നാൻ 14:3 പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സഭയെ, വിശുദ്ധന്മാരെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് കൂടെ ഇരുത്തുന്നു. സ്തോത്രം. കൂടെ ഇരുത്തുന്നു. അപ്പം ഉൽപ്രാപണത്തിൽ ആ നിമിഷങ്ങൾക്കകം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇവ. ആവർത്തിക്കണ്ടായല്ലോ. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഒന്ന് ക്രമത്തിൽ അതൊന്ന് നമ്പർ ഇട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പുതിയതല്ല ഇതൊന്നും. അപ്പോൾ ഈ ഉൽപ്രാവണത്തിൽ ഇതെല്ലാം നിമിഷങ്ങൾക്കകം നടക്കുന്ന കാര്യമാണ്. പിന്നെ കർത്താവ് വരുന്ന സമയത്ത് അകമ്പടി സേവിക്കുന്ന ശബ്ദങ്ങളുണ്ട്. കർത്താവിന്റെ വരവിൽ ഈ ഉൽപ്രാവണത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 3 ശബ്ദങ്ങളുണ്ട്, 3 ധ്വനികളുണ്ട്. അതും 1 തെസ്സലോനിക്കർ 4:16 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അവയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. എന്തൊക്കെയാ 3 ശബ്ദങ്ങളുള്ളത്? 1, ഗംഭീരനാദം, കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ ആരുടെയാ? അവിടെ കർത്താവ് എന്നുദ്ദേശിക്കുന്നത് ആരെയാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും. കർത്താവ് താൻ. ഇപ്പൊ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ യേശുവിനെയാണ് അവിടെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിന്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതന്റെ ശബ്ദം. നമുക്കറിയാം പ്രധാന ദൂതൻ മീഖായേലാണ്. മീഖായേലിന്റെ ശബ്ദം. 3, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കാഹളം.
അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക്, ഉത്തരേന്ത്യയിലുള്ളവർക്ക് ഈ കാര്യം കേരളത്തിൽ മാത്രം നിൽക്കുന്ന അറിയാവുന്ന മലയാളികളെക്കാൾ കൂടുതൽ മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ വിവാഹം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ വിവാഹം, ചെറുക്കന്റെ വീട്ടിൽ വെച്ച. എന്നാൽ ഇവിടെയൊക്കെ ഏത് ജാതിയിൽപ്പെട്ടവരുടെ ആയാലും, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒക്കെ ആണെങ്കിൽ കല്യാണം പെണ്ണിന്റെ വീട്ടിൽ വെച്ച. ചെറുക്കനും കൂട്ടരുമാണ് പെണ്ണിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി വരുന്നത്. ഇതേ സിസ്റ്റം, ഇതേ വ്യവസ്ഥ, ഇതേ സമ്പ്രദായമാണ് യഹൂദന്മാർക്കിടയിലും ഉള്ളത്. യഹൂദന്മാർക്കിടയിലെ പല സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും നമുക്കിവിടെ ഉത്തരേന്ത്യയിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഉള്ളവരെക്കാൾ കൂടുതൽ വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് വേദപുസ്തകത്തിലെ പല പ്രയോഗങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വിവാഹം എന്നുള്ളത്. അപ്പൊ ഇവിടുത്തേക്ക് വിവാഹം പെണ്ണിന്റെ വീട്ടിൽ വെച്ച. ചെറുക്കനും കൂട്ടരും പെണ്ണിനെ കൊണ്ടുപോകാൻ, കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നവൻ. ഇവിടെ ബറാത്ത് എന്നാ പറയുന്നത്. ഈ ചെറുക്കനും കൂട്ടരും വരുന്നതിന് ബറാത്തികൾ, ബാറാത്ത് എന്നും പറയാറുണ്ട്, ബറാത്ത് എന്നും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയ ചില സ്ഥലങ്ങളില് പെണ്ണും കൂട്ടർ, ചെറുക്കൻ കൂട്ടർക്കല്ല സ്ത്രീധനം കൊടുക്കുന്നത്, ചെറുക്കൻ കൂട്ടരാണ് പെണ്ണും കൂട്ടർക്ക് സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൺവെൻഷന് വേണ്ടി പോയ സ്ഥലത്തും കല്യാണത്തിന് വേണ്ടി പോയ സ്ഥലത്തും ഒക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഗോത്രവർഗക്കാർക്കിടയിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ്. കൃത്യം അതുപോലെ കർത്താവും ചെയ്തത്. സഭയായ നമ്മെ, അല്ലെങ്കിൽ നാം എന്ന മണവാട്ടികളെ, സഭയെന്ന മണവാട്ടിയെ തനിക്ക് വേളി കഴിക്കുവാൻ, കല്യാണം കഴിക്കുവാൻ നമ്മുടെ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങിയില്ല. കൊടുക്കാമല്ലോ ഉണ്ടോ അതിന്? പകരം അവൻ ഇങ്ങോട്ട് തരികയായിരുന്നു സ്ത്രീധനം. എന്തുവാ തന്നത്? വിലയേറിയ രക്തം. പ്രൈസ് ഗോഡ്. അതേ സിസ്റ്റം നമുക്കറിയാം. ദാവീദിന്റെ കല്യാണം, ശൗലിന്റെ മകളുമായിട്ട് ദാവീദിന്റെ കല്യാണത്തിന് എന്തുവാ പെണ്ണിന്റെ അപ്പൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് ആവശ്യപ്പെട്ടത്? അതുപോലെ തന്നെ ശിംശോന്റെ കല്യാണത്തിനും പെണ്ണിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനം ഈ സംസ്കാരങ്ങളിലും സമ്പ്രദായങ്ങളിലുമെല്ലാം പെണ്ണും കൂട്ടരല്ല കൊടുക്കുന്നത്, ചെറുക്കൻ കൂട്ടരാ. അതാണ് അതിലെ യുക്തി പോലും കേട്ടോ. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ നാട്ടില് ഈ പെണ്ണിനെ വളർത്തി പഠിപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കി ഇനി കല്യാണം കഴിക്കാൻ അങ്ങോട്ട് കാശ് കൊടുക്കണം. ഇത്രയും പഠിപ്പിച്ച പെണ്ണിനെ ഇത്രയും വളർത്തിയെടുത്ത് ഒരു ഭാര്യയാകാനുള്ള പരുവത്തിലാക്കി അപ്പനും അമ്മയ്ക്കും വല്ല സമ്മാനവും കൊടുത്തിട്ട് ഈ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നതാ യുക്തി. ലോജിക്ക് അതാ, റീസണബിൾ ആയിട്ടുള്ള സംഗതി അതാ. എങ്ങനെയോ നമ്മുടെ ഇടയിൽ തലതിരിഞ്ഞു പോയി. നമ്മളുടെ തലതിരിഞ്ഞുപോയി. വേദപുസ്തക സമ്പ്രദായം യഹൂദന്മാർക്കിടയിലും ജാതികൾക്കിടയിലും ഇവൻ വടക്കേ ഇന്ത്യയിലെയും നമ്മുടെ ഇന്ത്യയിലെയും പല സമുദായങ്ങൾക്കിടയിലുമുള്ള രീതി തിരിച്ചാ. ചെറുക്കൻ അങ്ങോട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെയാണ് യേശുക്രിസ്തു എന്ന മണവാളൻ തൻ്റെ വിലയേറിയതും നിഷ്കളങ്കവുമായ രക്തം നമുക്ക് വേണ്ടി സ്ത്രീധനമായിട്ട് ഊറ്റിത്തന്നാണ് നമ്മെ തൻ്റെ
മണവാട്ടികളായിട്ട് വേളി കഴിച്ചത്. അങ്ങനെ ഒരു വലിയ വില നൽകി നമ്മെ വേളി കഴിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്ത ചെറുക്കൻ പരിവാരങ്ങളുമായി കല്യാണം കഴിച്ച പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വരുന്ന ഒരു പതിവാണ് ഉത്തരേന്ത്യയിലുള്ളത്. അതില് നിരക്ഷരകുക്ഷികളായ ഇല്ലിറ്ററേറ്റ് നിരക്ഷരകുക്ഷികളായ ചെറുക്കന്മാരായാലും, അൺഎംപ്ലോയിഡ് തൊഴിലില്ലാത്ത ഒരു വരുമാനവും ഇല്ലാത്ത ചെറുക്കന്മാരായാലും, കാണാൻ ഒരു സുഖവും ഇല്ലാത്ത ഒട്ടും സൗന്ദര്യമില്ലാത്ത ചെറുക്കന്മാരായാലും, വെറും പാവപ്പെട്ട കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ചെറുക്കന്മാരായാലും കല്യാണം കഴിക്കാൻ വരുമ്പോ മിക്കവാറും ഇവിടത്തേക്ക് കല്യാണം രാത്രികളിലാണ്. ഭയങ്കര ലൈറ്റ്, ഭയങ്കര നാദസ്വരം, DJ ഒക്കെ പ്ലേ ചെയ്ത് ഭയങ്കര ബഹളം വെച്ചാ ഇവര് വരുന്നത്. ഡാൻസും കൂത്തും. റോഡുകൾ കൂടെ ഒന്നും വണ്ടി പോകത്തില്ല. ഇവര് ഹൈവേ പോലും ഇവർ കയ്യേറിയിരിക്കും. അപ്പം വെറും പാവപ്പെട്ട, വിദ്യാഭ്യാസം ഇല്ലാത്ത, പണമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരു ചെറുക്കനായാൽ പോലും കല്യാണം കഴിക്കുവാൻ ബറാത്തുമായി പരിവാരങ്ങളുമായി പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നത് നിശബ്ദമായിട്ടല്ല, ഭയങ്കര വെളിച്ചത്തോടും ശബ്ദകോലാഹലങ്ങളോടും കൂടെയാണെങ്കിൽ ഈ ലോകൈകനാഥനായ നമ്മുടെ കർത്താവ്, മഹാദൈവത്തിന്റെ ഏകജാതനായ മഹാരാജാവിന്റെ പുത്രൻ തൻ്റെ വിലയേറിയ ചോര കൊടുത്ത് സ്ത്രീധനമായി നൽകി വിലയ്ക്ക് വാങ്ങിയ വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നതും ചുമ്മാതിങ്ങി വരികയല്ല, ഈ പ്രധാനപ്പെട്ട 3 ശബ്ദങ്ങളുടെ അകമ്പടിയോടെ. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ആ കാര്യം പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും. എന്താ കർത്താവിൻ്റെ ഗംഭീരനാദം? ഇവിടെ കയറി വരുവീൻ. സ്തോത്രം. യോഹന്നാൻ 5:25 നമ്മൾ വായിച്ചിരുന്നു. കേൾക്കുന്നവർ എടുത്തെങ്കിൽ ഒന്നുകൂടെ വായിച്ചോ, വായിക്കുകയോ പറയുകയോ ചെയ്തോ കുഴപ്പമില്ല, മനപ്പാടമായിട്ടൊക്കെ പറഞ്ഞാലും മതി, വായിക്കണമെന്നില്ല. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. സ്തോത്രം. അതാണ് കർത്താവിന്റെ ഗംഭീരനാദം. ദൈവവചനത്തിന്റെ 3 രൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം, എഴുതപ്പെട്ട വചനം, ജഡമെടുത്ത വചനം. അതിൽ ഒന്നാമത്തേതാണ് കൽപ്പിത വചനം അഥവാ മൗഖിക വചനം, സ്പോക്കൺ വേർഡ്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. അതിൻ്റെ പ്രത്യേകതയാണ് സൃഷ്ടിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ആ വചനം സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. ഇനിയും കർത്താവിൻ്റെ വരവിങ്കൽ അതേ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം, ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്ത് ചെയ്യും? ആ ഗംഭീരനാദം മരിച്ചവരെ അക്ഷയതയിലേക്ക് ഉയർപ്പിക്കും. സ്തോത്രം. മരിച്ചവരെ അക്ഷയതയിലേക്ക് ഉയർപ്പിക്കും.
പ്രിയരെ ഓർക്കണേ, മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുന്നതും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം കൊടുക്കുന്നതും പ്രധാന ദൂതന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ കാഹളവുമല്ല. ആവർത്തിക്കുന്നു, ഉൽപ്രാവണത്തിന് പ്രേരകമാകുന്ന ശബ്ദങ്ങൾ, ധ്വനികൾ പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ കാഹളനാദവുമല്ല. പിന്നെ കർത്താവിന്റെ ഗംഭീരനാദമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുന്നവരാണ് ഉയർക്കുന്നതും രൂപാന്തരപ്പെടുന്നതും. എല്ലാവരും കേൾക്കും, എല്ലാവരും കേൾക്കും. മരിച്ച സകലമാന മനുഷ്യരും ആ ശബ്ദം കേൾക്കും. അതെപ്പോഴല്ലെന്നേ ഉള്ളൂ, പല ഘട്ടങ്ങളിലായിട്ടാണെന്ന് മാത്രം. നമ്മൾ കാത്തിരിക്കുന്ന ഉയർപ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പാണോ? നമ്മുടെ പ്രത്യാശ മരിച്ചവരുടെ ഉയർപ്പാണോ? വാട്ട് ഈസ് അവർ ഹോപ്പ്? Is it the resurrection of the dead? Do we hope for the resurrection of the dead? മരിച്ച വിശുദ്ധന്മാരുടെ മാത്രം ഉയർപ്പ്, വിശുദ്ധന്മാരുടെ ഉയർപ്പ്, എല്ലാവരുടെയും അല്ല. ഓക്കെ, അതിന് വേദപുസ്തകത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവിൽ മരിച്ചവർ മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. We are not hoping for the resurrection of the dead, but a resurrection from among the dead. From among the dead. നാം കാത്തിരിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനത്തിനല്ല, ഉയർപ്പിനല്ല. നമ്മുടെ പ്രത്യാശ മരിച്ചവരുടെ ഉയർപ്പല്ല, പകരം മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർപ്പാണ്. ഈ ഉയർപ്പിന് 8-10ഓളം പേരുകൾ ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വെളിപ്പാട് 20-ാം അധ്യായത്തിലേക്ക് വരാൻ അവസരം ലഭിക്കുന്നെങ്കിൽ അന്ന് നമുക്ക് ചിന്തിക്കാം. അതുവരത്തേക്ക് ഇത്രയും പറഞ്ഞ് ഞാൻ അങ്ങ് വിടുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർപ്പ്, ആ വാക്യം മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായം 9 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് പൗലോസ് ആ കാര്യം പറയുന്നത്. ഇങ്ങനെ പ്രത്യേകിച്ച് അതിന്റെ 11-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിച്ചാൽ മതി. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച്. കണ്ടോ, പൗലോസ് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള പുനരുത്ഥാനം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ദൈവപുത്രന്റെ ശബ്ദം മരിച്ചവർ കേൾക്കുന്നവർ ഉയർക്കുന്നു. അത് പറഞ്ഞത് ഇതാണ്: മരിച്ചവരെല്ലാം മരിച്ചു കിടക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദം എല്ലാവരും കേൾക്കുമോ? ഇല്ല, കേൾക്കുന്നവർ മാത്രം ഉയർക്കും. കേൾക്കാത്തവർ പിന്നെയും മരിച്ചവരായിട്ട് തന്നെ തുടരും, കുറഞ്ഞത് ഒരു 1000 വർഷങ്ങൾ കൂടെ. സ്തോത്രം. അതാണ് നാം വെളിപ്പാട് 20-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ഈ 1000 ആണ്ട് കഴിയുവോളം ബാക്കി മരിച്ചവരാരും ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ
ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ കേൾക്കാത്തവരും ഉണ്ടാകും. എന്നാൽ ഏറ്റവും ഒടുവിൽ എല്ലാവരും കേൾക്കും. അതിനെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. മരിച്ച സകലരും. അത് സംഭവിക്കുന്നത് വെളിപ്പാട് 20-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലാണ്. അവിടേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഈ മരിച്ചവരുടെ ആത്മാവും ദേഹിയും ഭൂമിയിലല്ലല്ലോ. അല്ല. അപ്പം അതും കേൾക്കുമോ ഇത് ഈ സമയത്ത്? ഇവരെല്ലാവരും ഒരുമിച്ച് കേൾക്കും. ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ്. ശരീരം മാത്രമേ ഭൂമിയിലുള്ളൂ. ആത്മാവും ദേഹിയും ക്രിസ്തുവിൽ മരിച്ചവരുടേത് ക്രിസ്തുവിന്റെ സന്നിധിയിലാണ്. വിശുദ്ധന്മാരല്ലാത്തവരുടെ ആത്മാവും ദേഹിയും യാതനാസ്ഥലത്താണ്. രണ്ടു കൂട്ടരുടെയും ശരീരം ഭൂമിയിലും. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, ദൈവത്തിന്റെ പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, ദൈവത്തിന്റെ കാഹളം ഊതുമ്പോൾ, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നത് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ആത്മാക്കൾ മാത്രമാണ്. അവർ കേൾക്കുന്ന മാത്രയിൽ തന്നെ അവരവരുടെ ശരീരങ്ങളിലേക്ക് മടങ്ങി വരികയും ആ മണ്ണിൽ മറഞ്ഞ അവരുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ട് ഉയർക്കുകയും ചെയ്യും. ബാക്കിയുള്ള മരിച്ചവർ ശരീരം ഭൂമിയിലും ആത്മാവും ദേഹിയും യാതനാസ്ഥലത്തുമായി തന്നെ തുടരും. 1000 വർഷങ്ങൾ കൂടെ എങ്കിലും അവർ തൽസ്ഥിതിയിൽ തുടരും. വ്യക്തമായല്ലോ? വ്യക്തമായി. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്നു. ഉൽപ്രാവണത്തിന് വേണ്ടി, ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പിനും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരത്തിനും വേണ്ടി ദൈവത്തിന്റെ കാഹളവുമല്ല, പ്രധാന ദൂതന്റെ ശബ്ദവുമല്ല, പിന്നെ കർത്താവിന്റെ ഗംഭീരനാദമാണ്. എന്ന് വെച്ചാൽ യോഹന്നാൻ 5-ൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ ശബ്ദമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിയിൽ ഉളവാക്കിയ അതേ ശബ്ദം ഇനിയും വീണ്ടും മുഴങ്ങും. ഇനിയും അത് മുഴങ്ങും. അത് ഉൽപ്രാവണത്തിന് വേണ്ടിയാണ്. നമ്മുടെ ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് വളരെ ആവേശം തരുന്നൊരു കാര്യമാണ്. സ്തോത്രം. നമ്മുടെ ദൈവം വല്ലതും പറഞ്ഞാൽ അസ്തിത്വത്തിൽ ഇല്ലാത്തതിനും കേൾക്കാൻ പറ്റും, അസ്തിത്വത്തിൽ ഇല്ലാത്തതും അനുസരിക്കും. നമ്മുടെ കർത്താവ് വല്ലതും പറഞ്ഞാൽ മരിച്ചവരും ആ ശബ്ദം കേൾക്കും, മരിച്ചവരും ആ ശബ്ദം അനുസരിക്കും. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ശബ്ദമാണ് നമ്മുടെ കർത്താവിൻ്റെത്. സ്തോത്രം. പിന്നെ ദൈവത്തിന്റെ കാഹളമൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട് കാഹളം എന്തിനാണെന്ന്. അതാ നമ്മൾ മുമ്പേ പറഞ്ഞത്. ടു ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് എ സൈൻ ടു മൂവ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ, യാത്ര ചെയ്യാൻ ഉള്ള ചിഹ്നമാണ്, അടയാളമാണ് കാഹളം എന്ന് പറയുന്നത്. സ്തോത്രം. പക്ഷെ നമ്മെ ഉയർപ്പിക്കുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും നമ്മുടെ കർത്താവിന്റെ ശബ്ദമാണെന്നുള്ളത് മറക്കരുത്. അതിനെയാണ് ഗംഭീരനാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ശാസ്ത്രം
ബിഗ് ബാങ് തിയറി ഒക്കെ പറയുന്നെങ്കിൽ നമ്മൾ അതിനെതിരല്ല. ഭയങ്കര സ്ഫോടനമുണ്ടായി, പ്രപഞ്ചം, ആ സ്ഫോടനത്തിന്റെ ഫലമായിട്ടാണ് ഗോളങ്ങൾ, പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടായത് എന്നൊക്കെ ശാസ്ത്രം പറയുന്നതിൽ നമുക്കൊരു വിരോധവും ഇല്ല. ഇനിയും നിങ്ങൾ അതിനെ ബിഗ് ബാങ് എന്ന് വിളിച്ചോ, സ്ഫോടനം എന്ന് വിളിച്ചോ, പക്ഷെ തിരുവെടുത്ത് പറയുന്നു ആ സ്ഫോടനം പോലും ഉണ്ടായെങ്കിൽ അതിന്റെ പിൻപിലുള്ള ശക്തി എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അത്രേ ഉള്ളൂ. സ്തോത്രം. പോകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നിർത്തേണ്ടി വരും എന്ന് തോന്നുന്നു. 1 മിനിറ്റ് ഇനിയുള്ളൂ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ഈ ഉൽപ്രാവണത്തിന്റെ ഉദ്ദേശം, ദ പർപ്പസസ് ഓഫ് റാപ്ചർ എന്നുള്ളതും കൂടെ നോക്കാം. ആ കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയരെ, നമ്മെ ഉയർപ്പിക്കുവാനോ രൂപാന്തരപ്പെടുത്തുവാനോ മുഴങ്ങുവാൻ പോകുന്ന കർത്താവിന്റെ ഗംഭീര നാദമുണ്ട്. സ്തോത്രം. നാം മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ നശ്വരമായ ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിക്കാൻ പറ്റുന്നെങ്കിൽ ഇതേ ഉള്ളു കേട്ടോ. എന്താണ് ഏറ്റവും നല്ല ഒരു ഉയർപ്പ്? ഇന്നലെയാണെന്ന് തോന്നല്ലോ, എബ്രായർ 11:35 നിന്നും കണ്ടു. എ ബെറ്റർ റിസറക്ഷൻ. നമ്മുടെ ഇടയിലല്ല, മറ്റൊരിടത്തായിരുന്നു ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നാം മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കും. കർത്താവ് നമ്മെ അപ്പന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യയിലെ വിവാഹം. അങ്ങനെ ചെറുക്കൻ പരിവാരങ്ങളുമായി വരും. പെണ്ണിന്റെ വീട്ടിൽ വെച്ച്, മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിയും. എന്നിട്ട് പിന്നെ പെണ്ണിനെ അവിടെ നിർത്തത്തില്ല. ചെറുക്കനും കൂട്ടരും പോകുന്ന അതേ സമയം തന്നെ ഈ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം പെണ്ണിന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. ഇതുപോലെ ഇതേ സിസ്റ്റമാണ്. കർത്താവ് നമ്മെ അപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വീണ്ടും ഇവിടേക്കൊന്ന് മടങ്ങി വരും. അതിന് 7 കൊല്ലം കഴിയുമെന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോഴേക്കും നമ്മൾ യേശുക്രിസ്തുവിനോട് അനുരൂപരായി കഴിഞ്ഞിരിക്കും. ക്രിസ്തുവിനോട് സദൃശന്മാരായി മാറിയിരിക്കും. സ്തോത്രം. പ്രിയരെ, ആ വലിയ പ്രത്യാശയാൽ നിറഞ്ഞവരായി വിശുദ്ധ ജീവിതം നയിച്ച് ഇന്ന് രാത്രിയാണ് കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുന്നതെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകാതെ ആ ശബ്ദം കേൾപ്പാൻ കഴിയുന്നവരായിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏത് ബഹളങ്ങൾക്കിടയിലും ഏത് മേളകൾക്കിടയിലും കർത്താവിന്റെ ആ ശബ്ദം കേൾക്കുന്ന കാതുള്ളവരായി നമുക്ക് തീരാം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.